ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ. സംസാരിക്കുന്നത് അത് പ്രിന്റു മഹാദേവ് ബി.ജെ.പി. പ്രതിനിധി. അല്ല, സഞ്ചരിക്കുകയും സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ, ദീപ, പിന്നെ രഞ്ജിത പുളിക്കലോ, അങ്ങനെ 4 പേർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേരള പോലീസ്. എന്തായാലും 4 പേർക്കെതിരെ. അപ്പോൾ അത് എന്തിനാണ്? രാഹുൽ ഈശ്വർ ഇപ്പോൾ അകത്താണ്. രാഹുൽ ഈശ്വർ അകത്ത് പറഞ്ഞപ്പോൾ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ തെളിവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ പ്രഹസനം ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുൽ ഈശ്വർ ഒരിക്കലും ഇരയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ സന്ദീപ് വാര്യർ ഇരയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തു. സന്ദീപ് ജി, നിങ്ങൾ സത്യം പറയണം, നിങ്ങൾക്കറിയാവുന്നതല്ലേ, നിങ്ങൾ കല്യാണത്തിന് പോയതല്ലേ. അതായത് ഇത് പറയാൻ കാരണം എന്താ? 4 ദിവസമേ അവരുടെ ദാമ്പത്യം നിലനിന്നുള്ളൂ. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് രാഹുൽ ഈശ്വർ സന്ദീപ് വാര്യറിനോട് ഒരു വീഡിയോ ചെയ്തിട്ട് സന്ദീപ് വാര്യറിനെ പരാമർശിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ സന്ദീപ് വാര്യർ 4 ദിവസമല്ല ആ കല്യാണത്തിന് ഞാനും പോയതിന്. സന്ദീപ് വാര്യർ BJP-യിൽ നിൽക്കുന്ന സമയത്ത് ഞാനും ആ കല്യാണത്തിന് പോയതാണ്, അങ്ങനെയല്ല, 4 ദിവസമല്ല, അവർ തിരുവനന്തപുരത്ത് വരെ താമസിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടു. അതിനാണ് ഇവർ പറയുന്നതെങ്കിൽ അതേ തെറ്റുകൾ ഈ മാധ്യമങ്ങൾ ചെയ്തിട്ടില്ലേ? ഇതേ കാര്യങ്ങൾ മാധ്യമങ്ങൾ ചകഞ്ഞ് ചോദിച്ച് സന്ദീപ് വാര്യറിനോട് ചോദിച്ചിട്ടില്ലേ? സന്ദീപ് വാര്യർ അപ്പോൾ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പിന്നെ രാഹുൽ ഈശ്വറിനെ എല്ലാ ദിവസവും ഡിബേറ്റിന് വിളിച്ച് പൈസയും കൊടുത്തിട്ടല്ലേ ഇവർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണ്ടേ? മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കണ്ടേ? അപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ എടുക്കുന്നില്ല, ആർക്കെതിരെ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ചർച്ചയെ പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ പിന്നെ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വോയിസ് ആരാ പുറത്ത് വിട്ടത്? അത് റിപ്പോർട്ടർ ചാനലല്ലേ? അപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുക്കുന്നില്ലേ ഇവർ? അപ്പോൾ അങ്ങനെ ഒരു രാഹുൽ ഈശ്വറിനെ മാത്രം കേസെടുക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. രാഹുൽ ഈശ്വർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഇവിടെ വരുന്ന കേരളത്തിലെ ഓരോരോ ആൺകുട്ടികൾക്കും വേണ്ടി സംസാരിക്കുകയാണ്, ഓരോരോ മെയിലിന് വേണ്ടി സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം നിവിൻ പോളിയുടെ കേസെടുക്കാം, വേറെ ഏത് കേസ് കൊടുക്കാം, നിവിൻ പോളിയുടെ കേസെടുക്കാം. നിവിൻ പോളിനെതിരെ ഒരു പെൺകുട്ടി പരാതി നൽകി. അപ്പോൾ ആദ്യം പുറത്ത് വന്ന് നിവിൻ പോളിയുടെ പേര് പുറത്ത് വന്നു. നിവിൻ പോളിക്ക് കറക്റ്റ് തെളിവുള്ളത് കൊണ്ടും നിവിൻ പോളി ആ സമയത്ത് ഈ നാട്ടിലുള്ളത് കൊണ്ടും മാത്രമാണ് നിവിൻ പോളി പത്രസമ്മേളനം നടത്തി നിരപരാധിയാണെന്ന് പറഞ്ഞു. അവസാനം ആ കേസ് ഒന്നും ഇല്ലാതായിപ്പോയി. അപ്പോൾ തിരിച്ച് നിവിൻ പോളി ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തു. എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. ആ ന്യൂസ് പത്രക്കാർ പുറത്തു വിടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല, ആൺകുട്ടിയുടെ വെളിപ്പെടുത്താം. അപ്പോൾ ആൺകുട്ടിയുടെ വെളിപ്പെടുത്തുമ്പോൾ നിവിൻ പോളിയെ പോലെ ബാക്കിയുള്ളവരെയൊന്നും നമ്മൾ പറയുന്നില്ല, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ബാക്കിയുള്ളവർ എങ്ങനെയായിക്കോട്ടെ, അവരുടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, തെറ്റാണ്, നമ്മൾ അംഗീകരിക്കുന്നു. തെറ്റില്ല എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല, തെറ്റ് തന്നെ. പക്ഷേ ഇത് ഒരു കോള് വരികയാണ്, കട്ടാക്കുമ്പോൾ വീണ്ടും വന്നു. ഓക്കെ, ഇത് നമ്മൾ രാഹുൽ ഈശ്വർ പറയുന്നത് ഓരോരോ ഇവിടെയുള്ള കേരളത്തിലെ ആൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്, ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ വൈഫ് ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് എത്ര കൂളായിട്ടാണ് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത്. ശരിക്കും പീഡനത്തിന് ഇരയായോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കും? അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ. അപ്പോൾ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുകൾ വേണ്ട. ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം എല്ലാവരും പുരുഷന്മാരല്ലേ. അപ്പം എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? പെൺകുട്ടി പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കും. ഞാൻ ഒരു പെൺകുട്ടിയല്ലേ, ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം. കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. അവരുടെ പരാതികൾക്ക് ഒരു കാമ്പില്ലാതാവുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഇത് വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ എന്ന് പറയുന്നുണ്ട്. വ്യാജ ആരോപണം ആയിരിക്കില്ല, അത് നമ്മൾ തിരിച്ച് പത്രക്കാരൻ ചോദിക്കേണ്ട വ്യാജ ആരോപണം അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഈ തെറ്റ് രണ്ടുപേരും ഒരുമിച്ചാണ് ഈ തെറ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം പറയുന്നു? അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ് പറ്റിച്ച് ആ പെൺകുട്ടിയെ വശീകരിച്ച് കൊണ്ടുവന്നാണെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി എന്തിനങ്ങനെ പോയി എന്നുള്ള ചോദ്യം വീണ്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിയമങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമം അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്.
ആൺകുട്ടികൾക്ക് എന്താ ചോദിക്കാൻ പറയാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആണുങ്ങളുടെ, അതായത് ഇങ്ങനെ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ വേള കേസ് ഫയൽ ചെയ്യുന്ന സ്ഥിതിക്ക് അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങളുടെ എല്ലാവരുടെ മേലെയും കേസ് ഫയൽ ചെയ്യണ്ടേ? അതെന്താ ചെയ്യാത്തത്? അതാണ് നമ്മുടെ ചോദ്യം. അത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയുക? അപ്പൊ അതുപോലെ തന്നെ എവിഡൻസ് ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണെന്നുള്ളത് രാജേട്ടൻ തന്നെ പറയുന്നില്ലേ പോസ്റ്റിൽ? അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോ പറയുന്നില്ല. അത് രാജേട്ടനാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. രാജേട്ടന്റെ പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യമേ പറയാനുള്ളൂ. പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ്, നീതി കിട്ടണം. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആണെങ്കിലും നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ശബ്ദം പൊങ്ങുന്നില്ല? നാളെ ആർക്ക് എതിരെ വേണമെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരാലോ, അന്നും സംസാരിക്കും. ഇപ്പം പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട്, അതേപോലെ തന്നെ മെൻ ടു വേണ്ടേ, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അപ്പം അത്രേ ഉള്ളൂ. എന്താണോ സത്യം അതിനോടൊപ്പം നിൽക്കുക. അതെ, മീ ടു എന്ന് പറയുന്നു, മെൻ ടു വേണ്ടേ, പുരുഷന് വേണ്ടി ആരെങ്കിലും സംസാരിക്കണ്ടേ? വെറുതെ ഇവർ വെറുതെ ചുമ്മാ കാറടച്ച് വെടിവെക്കുകയാണ്. അതായത് ഇതുപോലെ ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, വന്നില്ലേ. ഇപ്പോൾ മുകേഷിൻ്റെ കേസാണെങ്കിലും അതിൽ എത്ര ജെനുവിനിറ്റി ഉണ്ട്? ഇത്രയും ജെനുവിനിറ്റി എന്തായാലും മുകേഷിൻ്റെ കേസിലില്ല. മുകേഷ് രാജിവെക്കണം എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇത്രയും ജെനുവിനിറ്റി എന്തായാലും മുകേഷിൻ്റെ കേസിലില്ല. അപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ട് അവസാനം ഒഴിഞ്ഞു പോകുമ്പോൾ കേസ് കൊടുത്തിട്ട് അത് മീ ടു മാങ്ങാത്തൊലി മറിച്ചു തൊലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ രാഹുൽ ഈശ്വർ ഈ കാര്യത്തിൽ ഒരു പ്രാവശ്യം പോലും പെൺകുട്ടിയുടെ വെളിപ്പെടുത്തിയിട്ടില്ല. സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ട് കുറേ ആളുകൾ ആ സമയത്ത് സന്ദീപ് വാര്യർ ആ സമയത്ത് കല്യാണത്തിന് പോയ കല്യാണ ഫോട്ടോ എടുത്തിട്ട് ഇട്ടു. ഒരു വർഷം മുൻപ് സന്ദീപ് വാര്യർ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നു, ആ കല്യാണത്തിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തില്ലെങ്കിലും വാട്സപ്പിലോ സ്റ്റാറ്റസായി വെക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതാണ് സന്ദീപ് വാര്യർ ചെയ്ത തെറ്റ്. ആ സന്ദീപ് വാര്യർ ഒരു വർഷം മുമ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമോ ഇങ്ങനൊരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ടാവുമെന്ന് കൊണ്ട് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സന്ദീപ് വാര്യർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആളുകൾ ആരൊക്കെയോ കുട്ടിലെ ബുദ്ധിയുള്ള ആളുകളുണ്ടല്ലോ, അവർ പോയിട്ട് ഈ ഫോട്ടോനെ എടുത്തിട്ട് പുറത്തിട്ടു. അത് സന്ദീപ് വാര്യർ പറയേണ്ടത് DYFI എടുത്ത് പുറത്തിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് DYFIക്കെതിരെ കേസ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതും സത്യമാണ്. നമ്മളൊരു പാർട്ടി ബേസല്ല പറയുന്നത്. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടും രാഹുൽ ഈശ്വറിൻ്റെ കൂടെ നിൽക്കാനും സന്ദീപ് വാര്യറിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം സന്ദീപ് വാര്യർ മനഃപൂർവ്വം ആ പെൺകുട്ടിയെ തേജോവധം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. സന്ദീപ് വാര്യർ ചെയ്തിരിക്കുന്നത് ഒരു വർഷം മുൻപിട്ട പോസ്റ്റിനെ അത് ഡിലീറ്റും ചെയ്തു. അത് സന്ദീപ് വാര്യറിനെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് അവിടെ ഇരുന്നാണെങ്കിൽ ഈ പെൺകുട്ടി ഇതിനെ നാറിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇടേണ്ട ആവശ്യമേ ഇല്ല. അതിന് എന്തുകൊണ്ട് സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തു? ആ മോശം വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിലിപ്പോൾ ഇനിയിപ്പോൾ ജാമ്യം കിട്ടില്ല എന്നും അറിയില്ല. വകുപ്പ് ഏതാണെന്ന് നമുക്ക് ആ നിയമത്തിൻ്റെ സാധ്യതകളൊന്നും നമുക്കറിയില്ല. പക്ഷേ രാഹുൽ ഈശ്വർ തെറ്റുകാരനല്ലെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സന്ദീപ് വാര്യരും തെറ്റുകാരനല്ല. പിന്നെ ബാക്കി രണ്ടുപേരും തെറ്റുകാരായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇവരാരും പെൺകുട്ടിയുടെ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല. ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ഇവർ തെറ്റുകാരാണെങ്കിൽ ഇവരുടെ അതിനേക്കാളും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. എല്ലാ മാധ്യമങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇവന് ഡിബേറ്റിന് വിളിക്കും, തന്തയിലായിക പറയും, പോവും. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തെറ്റുകാരാണെങ്കിൽ അവരും തെറ്റുകാരാണ്. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് തെളിവെടുപ്പിന് തേങ്ങയ്ക്ക് വന്നിട്ട് കൊണ്ടുവന്നിട്ട് എന്താണെന്ന് കാണാം. അപ്പോൾ സന്ദീപ് വാര്യർ രാഹുൽ ഈശ്വർ അപ്പോഴും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ട് സംസാരം നിർത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാകുമെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അത് ഉറപ്പാണ്. പക്ഷേ ഇത് ഒരു പുരുഷ കമ്മീഷനോ അല്ലെങ്കിൽ പുരുഷന് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും ഈ ലോകത്ത് വേണം. അല്ലാതെ എല്ലാവരും സ്ത്രീപക്ഷം പറഞ്ഞ ഒരു സ്ത്രീ എല്ലാവരും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുക. അവർ തെറ്റ് ചെയ്തിട്ട് നമ്മളെ അവസാനം പുരുഷൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതേ മാധ്യമങ്ങളിലെ ന്യൂസുകൾ വരുന്നു. സാറ് എങ്ങോട്ടാണ് കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എൻ്റെ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനല്ല, എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എൻ്റെ വണ്ടി വരാമോ?
ആ എന്നാ ഓക്കെ ശരി. ഇറങ്ങി ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ, ഞാൻ എന്തായാലും പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ അങ്ങ് എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്താ അറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം.